കുറച്ച് ധൈര്യം വേണം. നീ എന്നെ കണ്ടുപിടി. എന്തൊരു ധൈര്യമാ എനിക്ക്. ആർക്ക് ധൈര്യമാണ്? എനിക്ക്. എന്റെ പൊന്നു ഷാജോൻ ചേട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഈ പുള്ളിയുടെ വീടിന്റെ പരിസരത്തോടെ നടന്നു വരുമായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഭയങ്കര ലൈറ്റ്. ഞാൻ ആദ്യം ഓർത്ത് ഏതെങ്കിലും സ്റ്റേജ് പരിപാടി സംഘടിപ്പിക്കണാന്ന്. അടുത്ത് എന്ന് നോക്കിയപ്പോ എന്നാ പുള്ളിയുടെ അച്ഛനും 3 അനിയന്മാരും ടോർച്ചടിച്ച് കൊടുത്തോണ്ടിരിക്കുക. അവന് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട്. അവനാണ് ധൈര്യത്തിന്റെ കാര്യം എന്റെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് നിന്റെ പ്രൊട്ടക്ഷനിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. ഞാൻ നാട് വിട്ട് പോകാൻ പോവാ. എടാ, നിനക്ക് ഇത്ര പേടിയുണ്ടെ പിന്നെ നീ എന്തിനാ തീപ്പൊരി കരണ്ടന്റെ പേരിൽ സാക്ഷി പറഞ്ഞു? ഞാൻ സാക്ഷി പറഞ്ഞൊന്നുമല്ല. എന്റെ പൊന്നു മെമ്പറെ, ഞാൻ മാർക്കോ സിനിമ കണ്ടിറങ്ങി തിരിച്ചു വരുമായിരുന്നു. അപ്പൊ പത്രക്കാരൊക്കെ നാട്ടുകാരോട് എന്തോ ചോദിക്കുന്നു. എടാ, അതാ സുധാകരനെ തല്ലിയത് കർണാണെന്നല്ലേ ചോദിച്ചത്? ഇത് ഞാൻ അറിഞ്ഞോ? ഞാൻ ഓർത്ത് മാർക്കോന്റെ റിവ്യൂ ചോദിക്കണായിരിക്കുന്നു. ഞാൻ ചെന്ന് കേറി കൊടുത്തിട്ട് പറഞ്ഞു കേടലോ ഫൈറ്റ് ആയിരുന്നു, ചോര തെറിച്ച് ഞാൻ മൊത്തം കണ്ടെന്ന്. ഞാൻ അങ്ങനെ സാക്ഷിയായി. കോടതി ചെന്നിട്ട് സത്യം പറഞ്ഞാ പോരെ? അതല്ലേ പ്രശ്നം. സത്യം പറയാൻ പറഞ്ഞ എന്റെ വായിലെ കള്ളം മാത്രമേ വരൂ. ഞാൻ അങ്ങനത്തെ ഒരു കൽപ്പന കെട്ടവനാ. അങ്ങനെയാണ് ഈ കേസിൽ 1-ാം പ്രതിയായി. എന്ത് ചെയ്യൂ? അതുകൊണ്ട് മെമ്പറെ, ഞാൻ എന്റെ ജീവനെ പേടിയുണ്ട്. ഞാൻ പോട്ടെ. അല്ല, നീ പോകാൻ പറ്റത്തില്ല. നീ ഇവിടെ നിൽക്കണം. കാരണം നീയാണ് ഇവിടുത്തെ മുഖ്യ അതിഥി. മെമ്പറിന് വടയും ചായ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടം. അത് എന്റെ വീട്ടിൽ നിന്ന് തന്നെ കുടിക്കണമെന്ന് ഇത്ര നിർബന്ധം എന്തിനാ മെമ്പറെ? ഒരു മധ്യവേനൽ ചൂടിൽ ദൂരെ നഗരവാസിയാം തരുണൻ. ഒരു പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെല്ലാരും ഇത്ര നേരം സ്നേഹത്തോടെ കാത്തിരുന്ന നമ്മുടെ തീപ്പൊരി കരുണൻ ചേട്ടാ എത്തിയിരിക്കുകയാണ്. എല്ലാരും ഈ അവസരം തീപ്പൊരി ചേട്ടാക്കി സ്വാഗതം കൊടുക്കണം. അർപ്പിച്ചു കൊടുത്തു. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. തീപ്പൊരി കരുണൻ ചേട്ടാ. എന്ത് ചേട്ടാ ഇത്? രാവിലെ ജയിലിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോ ബസ് കിട്ടിയില്ല. അവിടെ ഇങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങി. എന്നിട്ട് കങ്കാരുവിന്റെ വേസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ് കുറേമാര് വന്ന് വേസ്റ്റ് ഇട്ടിട്ട് പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ലോകം. അല്ല, ജയിലിൽ പോയപ്പോ വല്ലാണ്ടങ്ങ് തടിച്ചു കൊടുത്തില്ലോ ചേട്ടായി. അയ്യോ, തൊടല്ലേ. ഇടികൊണ്ട് പഴുത്തിരിക്കുക. ഒരുപാട് തല്ലിയോ പോലീസുകാര്? തല്ലിയോന്നോ? എടാ, നിനക്കറിയാവോ അവിടുത്തെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയില് 340 ഓറുണ്ട്. അതങ്ങനെ ചേട്ടായിക്ക് അറിയാം. എന്നെ തലകീഴായിട്ട് കെട്ടി തൂക്കിയപ്പോ ഞാൻ എണ്ണിയത്. ഈ ജയിലിലെ ജീവിത ശൈലികളൊക്കെ എങ്ങനെയുണ്ട്? അയ്യോ, ഈ ജയിലെന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം കേട്ടോ. അറിയാം. അവിടെ ഈ ഗുണ്ടകളുടെ വലിയൊരു സങ്കേതം തന്നെ ഉണ്ട്. ഒരുപാട് ഒരു പതിവുണ്ട്, നടയടി എന്ന് പറയുന്നത്. നടയടി. ഞാൻ അങ്ങോട്ട് കയറി ചെന്നത് ഒരു 10 മുറ്റ് കൊണ്ട് എന്റെ ചുറ്റിനും അങ്ങ് നിറഞ്ഞ്. എന്തിനാ? എന്നെ തല്ലാൻ. ഒരൊറ്റ ഡയലോഗ് ഞാൻ പറഞ്ഞതേ. ആമാരൊന്നും എന്നെ തൊട്ടില്ലല്ലോ. എന്നോടല്ലേ കൊച്ചേട്ടായി പറഞ്ഞത്? ഞാൻ നിക്കറെ മുള്ളിരിക്കുകയാണ്. ഈ അയ്യേ അവിടെ നിന്ന 10 ഗുണ്ടകളിലെ മോത്തി ഞാൻ കണ്ട്. ഇതിനെല്ലാം കാരണം ആ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരുത്തനാ. നീ അവന്റെ കൂട്ടുകാരനല്ലേ? അല്ല. അപ്പൊ നിനക്കറിയായിരിക്കില്ല അവൻ എവിടെ ഉണ്ടെന്ന്? ഇല്ല. അറിയാം. അറിയത്തില്ലടാ? സത്യം പറയടാ. അവൻ എവിടെ ഉണ്ടാ? എന്നെ മുദ്രവെക്കരുത്, ഞാൻ പറഞ്ഞു തരാം. എവിടെ ഉണ്ടാ അവന്മാര്? അവനെ കൊട്ടക്കകത്തുണ്ട്. എനിക്കു നേരെ എടുത്തു ചൂണ്ടിയ കറുത്ത വിരലുകളെ അറുത്തു മാറ്റാൻ പോന്നൊരു മൂർച്ചയിലിരിക്കയാണ് ഞാൻ. ഭക്തിയുള്ളിൽ പണ്ടേ ഞാൻ ഇരുണ്ട തക്ഷകൻ. കള്ളം പറയുന്നോടാ പുല്ലേ. ആ കൊട്ടക്കകത്തൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. ആ നാളായിരിക്കും. ഒരു കാര്യം ചെയ്യോ, ചേട്ടായി 2 വാക്ക് സംസാരിക്കാലോ. അതിനെന്ത് വിഷയം? പ്രിയപ്പെട്ട ഇങ്ങനെയാണ് മിന്നാമിന്നിന്റെ മുട്ടിൽ വെട്ടമുണ്ടാകുന്നത്. ചേട്ടായി ഒന്നുമില്ലടാ, ഒരു ചെറിയ തരിപ്പ് പോലെ. അല്ല, ഇതന്നെ അത് ഷോക്ക് അടിക്കുമായിരുന്നു. പ്രിയപ്പെട്ട എന്നാടാ കരയാമയോ? അത് ഈ വേനലാണല്ലോ, കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും. വേനലിന്റെ അല്ലല്ലോ ഇത്. അല്ലേ? കണ്ണൻ ചേട്ടായി വിഷയം ഉണ്ടാക്കരുത്. കണ്ണൻ ചേട്ടായി പോകരുത്. കരയാമ പാവാണ്, വിഷയം ഉണ്ടാക്കരുത്. നിന്ന് കുഞ്ഞിക്കുഞ്ഞല്ലേ ദിലീപ് കളിക്കാതെ മാറാ. പിടിച്ച് ഇവന്റെ കയ്യിൽ എന്റെ പട്ടി ചെന്ന് കൊടുക്കും. പോടാ, നിന്നേക്കാ ബുദ്ധി ഉണ്ടായിരിക്കും. അങ്ങോട്ട് പോകണല്ലോ. ബാംഗ്ലൂര് ഫ്ലൈറ്റിൽ കയറി എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. ഒരു കരുണ ഞാൻ കാണിക്കുകയല്ല. നാടിന് ഭാരവാഹി എന്റെ കല്ലടിച്ച് അങ്ങനെയല്ല
മിനിറ്റ് ആ. ഞാൻ നിങ്ങളുടെ സെറ്റ് കയറുന്ന വലിയ ഇല്ല. കുഴപ്പമൊന്നുമില്ല. ഞാൻ അവരെ പിടിച്ചിരാ പോയി തല്ലി. മോനെ, കുറെ നാളായി മിസ്സാവുന്നു. ഈ സമ്മേളനം പിരിച്ചുവിട്ടായിട്ടൊന്ന് അറിയിച്ചേക്കണം കേട്ടോ.